ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം അതിൻ്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ഇതാണ്. പക്ഷേ ഇന്നലെ ഞാനത് നമ്മുടെ ഏതോ ഒരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലർ ഇതേപോലെ ആടെന്ന് വിളിച്ച് ചോദിക്കുന്ന കേട്ട്, അല്ല നിങ്ങൾ നജീബ് കാന്തപുരത്തെയാണോ പറഞ്ഞത്? നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ? അയാൾ ഉയരം കുറഞ്ഞിരുന്നല്ലാതെ നല്ല ആരോഗ്യമുള്ള ആളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കാണേണ്ടത്. സമയം ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുക. ഒറ്റ ചോദ്യത്തിന് സമയം ഉണ്ടാവും. അത് നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല. ഒരാൾക്ക് ചോദിക്കുക, അതോടുകൂടി അവസാനിക്കും. ഈ ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ നിയമനം സംബന്ധിച്ച് തർക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ, ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്പം നിയമപ്രശ്നങ്ങൾ ഉള്ളതാണ്. എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് സംബന്ധിച്ച് നിയമോപദേശം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് കുറച്ച് പ്രയാസങ്ങൾ അത് കാരണം വന്നുയർന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പരിശോധന നിയമവിദഗ്ധരെ അടക്കം അഡ്വക്കേറ്റ് ജനറലെ അടക്കം ഇരുത്തിക്കൊണ്ട് നടത്താൻ പോവുകയാണ്. അതിൻ്റെ അകത്ത് തീരുമാനങ്ങളും ഉണ്ടാകും. അതാണ് എട്ട് മുക്കാൽ എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ 8 അട്ടി വെച്ച് അത്രയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണു പോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ്, ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ച് ആൻഡ് വാർഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡിനെ തള്ളുകയാണ്, ബലമായിട്ട് തള്ളുകയാണ്. മറ്റൊന്ന് കാണുന്നത്, ഈ വാച്ച് ആൻഡ് വാർഡിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ച് വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാൾ ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതിയാൽ വീണു പോകുന്ന ആളാണ്. ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ. പക്ഷെ അവർ നിശബ്ദ ജീവികളല്ലേ അവിടെ? അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ പോയിട്ട് ഉപദ്രവിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് ആക്രമിച്ചത്? അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം നിയമസഭയിൽ. ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗമെന്ന നിലയിലുണ്ട്. അപ്പോൾ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം അതിൻ്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ഇതാണ്. പക്ഷേ ഇന്നലെ ഞാനത് നമ്മുടെ ഏതോ ഒരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലർ ഇതേപോലെ ആടെന്ന് വിളിച്ച് ചോദിക്കുന്ന കേട്ട്, അല്ല നിങ്ങൾ നജീബ് കാന്തപുരത്തെയാണോ പറഞ്ഞത്? നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ? അയാൾ ഉയരം കുറഞ്ഞിരുന്നല്ലാതെ നല്ല ആരോഗ്യമുള്ള ആളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കാണേണ്ടത്.